നാം ഒക്കെയും കാത്തിരുന്ന ആ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി ശബരിമാമലയുടെ ആ പൊന്ന് സവിധം ഇതാ ഉണരുകയാണ്. തുറക്കുന്ന ആ മഹനീയ കാഴ്ചയാണ് നാം കാണുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ, പുണ്യമാണ് ഇത്തവണയും ഇത് കാണുവാനും അനുഭവിക്കുവാനും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ മനസ്സിലെ ആ ഇരുട്ടുമാറ്റി ആ ദീപങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന, തിരിച്ചറിവ് പ്രവേശിക്കുന്ന ആ കാഴ്ചയാണ് ശ്രീകോവിൽ. ആ ശ്രീലകത്ത് മണികൾ ഉണരുമ്പോൾ ഇതാ ദേവചൈതന്യത്തിൻ്റെ ആ പ്രഭാപൂരിതമായ നിമിഷത്തിലേക്ക് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ വലിയവനും ചെറിയവനും ഒന്നുമില്ല, ദൈവ സന്നിധിയിലാണ്. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയ ഭേദങ്ങളില്ല. തൻ്റെ ഹൃദയത്തിലുള്ള തത്വമസിയാണ്. മറ്റെങ്ങും പോകാതെ അയ്യപ്പൻ തിന്തകത്തും സ്വാമി തിന്തകത്തും, അയ്യപ്പൻ നിൻ്റകത്ത് സ്വാമി നിൻ്റകത്ത് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് സ്വന്തം ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ദൈവത്തിങ്കലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ഹൃദയത്തെ ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ ഇതാ നോക്കിക്കാണുന്ന മനുഷ്യൻ്റെ, ഭക്തൻ്റെ കാഴ്ചയാണ് നാം കാണുന്നത്. വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എത്രയോ ദിവസമായി ഈ മകരസംക്രമ ദിവസം അയ്യപ്പനെ ഒന്ന് കാണുവാനായി ഇവിടെ ആളുകൾ ഇന്ന് രാവിലെ 7:55 ഇന്ന് മകരസംക്രമം. ആ കാലാവസ്ഥയുടെ ഗ്രഹങ്ങളുടെ ആ മാറ്റമുണ്ടാവുകയും ഇവിടെ പുതിയ ഐശ്വര്യത്തിൻ്റെ നാദങ്ങൾ ഉതിരുകയും ചെയ്ത ആ നിമിഷമാണ്. ഇതാ ആഴിയിൽ ആ നെയ്യും തേങ്ങയും ഒക്കെ അങ്ങനെ കത്തി ജ്വലിക്കുന്ന ആ കാഴ്ചയാണ്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഭാരങ്ങളൊക്കെയും ഈ ആഴിയിൽ വെന്ത് ഉരുകി മാറുമ്പോൾ അവിടെ ഭാരമില്ലാത്ത ഇഷ്ടത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെയും ആ പുതിയ പുതിയ നക്ഷത്രങ്ങൾ ഉദിച്ചു വരും എന്നുള്ള ആ വിശ്വാസത്തിൽ എല്ലാവരും അവിടെ മന്ത്രിയെന്നോ തന്ത്രിയെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും അയ്യപ്പൻ്റെ തിരുമുമ്പിൽ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. മനസ്സ് എന്ന ദൈവത്തിന് മുമ്പിൽ മനസ്സാ സ്മരാമിയാണ്, അദ്വൈതമാണ്. അവിടെ എല്ലാവരും വന്നിട്ട് ഒരുപോലെ കാത്തു നിൽക്കുന്ന പഞ്ചമിയും വരുചിയും ഒന്നിച്ചപ്പോൾ 12 മക്കൾ 12 ജാതികളിലുണ്ടായി എന്ന ജാതിക്കതീതമായി സ്വപ്നം പറഞ്ഞ കേരളത്തിൻ്റെ അയ്യപ്പൻ ഇതാ ഉണർന്ന് ഉദിച്ച് നിൽക്കുന്ന ആ കാഴ്ച. ഇപ്പോൾ ഏകദേശം 5 മണി ആയി കഴിഞ്ഞു. 6:30 കഴിയുന്നതോടുകൂടി ആ മകരജ്യോതി ഉണരുവാനുള്ള നിമിഷങ്ങളാവുകയാണ്. ഈ 1.5 മണിക്കൂർ, 1.5 നിമിഷം പോലെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഇവിടെ എല്ലാവരും ഭക്തി നിർഭരമായ ആ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ്. 5 ലക്ഷം ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. അവർക്ക് ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ എല്ലാവർക്കും ആവശ്യമായ ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെ പമ്പ മുതൽ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ പതിവിൽ നിന്ന് വിട്ട് എല്ലാവർക്കും ആവശ്യമായ ഔഷധ ജലം നൽകിക്കൊണ്ട് അവർ ഈ കയറ്റമൊക്കെ കയറി ഇത്രയും മലകൾ, കരിമലയും നീലിമലയും ഒക്കെ കയറി ഇവരൊക്കെയും അപ്പാച്ചിമേടും ഒക്കെ കടന്ന് ഇവിടേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും വേണ്ട ആരോഗ്യദായകമായ ആ ശുദ്ധജലം നൽകിക്കൊണ്ട്, ഔഷധജലം നൽകിക്കൊണ്ട്, ചുക്കുകാപ്പിയൊക്കെ നൽകിക്കൊണ്ട് പോലീസുകാർ, പോലീസ് സ്വാമിമാർ അവരൊക്കെയും ഇവിടെ എല്ലാവരും ഈ പറയുന്ന 10,4000-ഓളം വരുന്ന 10,4500-ഓളം വരുന്ന പോലീസുകാരുടെ ആ കനത്ത സുരക്ഷയാണ്. യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകാതിരിക്കാൻ വരുന്ന എല്ലാവർക്കും അയ്യപ്പനെ ദർശിക്കുവാനായുള്ള സംവിധാനത്തിന് വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ പമ്പയിൽ നിന്ന് ഇങ്ങോട്ട് ആളുകളെ കയറ്റിവിടാതെ കഠിനമായ, വളരെ കർശനമായ സുരക്ഷയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആചാരങ്ങൾ അണിപിട പാലിച്ചുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും, ആർക്കും യാതൊരു കുറ്റവും പറയുവാൻ ആ ഒരു രീതിയിൽ തന്നെ കഴിയാത്ത എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഭക്തർക്ക് ആവശ്യമായ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇതാ ഇവിടെ ആചാരങ്ങൾ നടക്കുന്നത്. ഇവിടെ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ഇതാ ആ ക്ഷേത്ര നടയിലേക്ക് ദീപമെത്തുകയാണ്. ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്നും തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന നെയ്യാണ്. ഇന്ന് ഈ അയ്യപ്പൻ അഭിഷേകം കഴിക്കുന്നത് ഇന്ന് ത്രിസന്ധിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു ആചാരമാണ്. അങ്ങനെ ഇവിടെ ഇന്ന് രാജാവെന്നോ പ്രജയെന്നോ മന്ത്രിയെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ സർവചരാചരങ്ങളും അയ്യപ്പ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ, മനുഷ്യപുത്രന്റെ നാമത്തിൽ, കലിയുഗ വരദന്റെ നാമത്തിൽ ശൈവഭാവങ്ങൾ വിട്ട് വൈഷ്ണവഭാവങ്ങൾ വിട്ട് മനുഷ്യഭാവമായി മാറിക്കൊണ്ട് അയ്യപ്പന് മുന്നിൽ നിൽക്കുന്ന ആ കാഴ്ചയാണ് നാം കാണുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് എ. പത്മകുമാർ, അതുപോലെ ദേവസ്വം വകുപ്പ് മന്ത്രി എല്ലാവരും
ഒരുപോലെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ എല്ലാ നേതൃത്വവും നൽകിക്കൊണ്ട് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ മുഴുവൻ ആളുകളും, ശ്രീ ശങ്കർദാസ് ഉൾപ്പെടെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇത് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ സാംസ്കാരിക അഭിമാനമാണ് ശബരിമല എന്നുള്ള ബോധ്യത്തോടുകൂടി, ഭക്തിയുടെ ഒരു കേദാരമാണ്, നമ്മുടെ ശിരസ്സാണ്, ഈ നാടിൻ്റെ നിറനിലവിളക്കാണ് ശബരിമല എന്ന ബോധ്യത്തോടുകൂടി ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തർക്കും വേണ്ട മുഴുവൻ സംവിധാനങ്ങളും എല്ലാ കിംവദന്തികൾക്കും അപ്പുറമായിട്ട് അതിനപ്പുറത്തേക്ക് ഒരു നേർക്കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും താഴെ അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായി കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഇത്തവണ ആകെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പരിമിതി അല്ലെങ്കിൽ ഒരു കർക്കശ്യമുള്ള നിയമം, ഇവിടെ വലിയ കെട്ടിടങ്ങളുടെ മുകളിലൊന്നും ആരും കയറി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഈ നമ്മുടെ പ്രളയ സമയത്ത് ഇവിടെ പല കെട്ടുകൾക്കും ബലക്ഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അപകട സാധ്യതയൊക്കെ ഉണ്ട്. പുല്ലുമേട് ദുരന്തമൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ കയറി നിൽക്കുന്ന ആളുകൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി, അതും നാമമാത്രമായ ചില നിയന്ത്രണങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് കൊണ്ട് ഏർപ്പെടുത്തി എന്നതൊഴിച്ചാൽ മറ്റ് യാതൊരു വിലക്കുകളും ആർക്കുമില്ല. അയ്യപ്പനെ നേരിൽ കണ്ട് അയ്യപ്പൻ താനാണെന്നുള്ള ബോധ്യത്തോടുകൂടി എല്ലാ വർഷത്തേക്കാളിലും ഉപരിയായി അയ്യപ്പ ദർശനവും മകരജ്യോതി ദർശനവും നടത്തുവാനുള്ള സംവിധാനങ്ങൾ, എല്ലാ തുറന്ന വിശാലമായ സംവിധാനങ്ങളോടുകൂടി കേരള സർക്കാരും ദേവസ്വം ബോർഡും ഏർപ്പെടുത്തിയിരിക്കുന്ന ആ കാഴ്ചയാണ് നാം കാണുന്നത്. ഇവിടെ സന്നിധാനത്ത് ചെറിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇടയ്ക്കിടെ കടന്നു വരുന്ന ഈ തണുത്ത കാറ്റ്, നാം ആ മണി കാണുകയാണ്. ഓംകാരം, ആദിമ മന്ത്രം ഉണരുന്ന മണി. പണ്ട് ഏതോ ഒരു കാലത്ത് ഇവിടെ അയ്യപ്പ വിഗ്രഹം കത്തിച്ചാമ്പലായപ്പോൾ ഉരുകിയ ലോഹം കൊണ്ട് പണിത മണിയാണ് നാം കണ്ടത്. അതും ചരിത്രമാണ്. ആ മണിയിൽ ഉറങ്ങുന്ന ഒരയ്യപ്പനുണ്ട്, ഒരയ്യപ്പ വിഗ്രഹമുണ്ട്. തൂണിലും തുരുമ്പിലും ദൈവമുള്ളപ്പോൾ, നഖം മുതൽ തലമുടി വരെ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യമുള്ളപ്പോൾ, ഞാനും നീയും ദൈവമാകുമ്പോൾ ആ പഴയ വിഗ്രഹം ഇതാ മണിരൂപമായി അവിടെ ഈ മണ്ഡലകാലം കാണുവാനായി, ഈ മകരവിളക്ക് കാണുവാനായി അവിടെ നിൽക്കുന്ന ആ മണി, ഇതാ ആ മണിയുടെ ചോട്ടിലായി അസ്തമയ സൂര്യന്റെ ചെങ്കിരണങ്ങൾ ഇതാ സൂര്യശോഭയോടെ, നക്ഷത്ര ശോഭയോടുകൂടി വളരെ സുന്ദരമായ ഒരു ദൃശ്യത്തിലേക്ക് നാം കാണുകയാണ്. ഇതാ നാം കാണുകയാണ്, ഈ കൊടിമരം കാണുകയാണ്. വലിയ സങ്കല്പങ്ങളുള്ള ദേവന്റെ ശിരസ്സായ ശ്രീകോവിൽ, അതുപോലെ അങ്ങനെ ഓരോന്നിനും ഓരോ സങ്കല്പങ്ങളാൽ ബന്ധിതമാണ്. ഗോപുരം, പാദം, അതുപോലെ അന്തരാളം, മുഖം, നമസ്കാര മണ്ഡപം, കഴുത്ത്, വലിയമ്പലി, എല്ലാം ഓരോന്നിനും ഓരോ ഭാവങ്ങളായി ഇതാ നാം പ്രതീക്ഷിച്ചിരുന്ന നെട്ടൂർപ്പെട്ടി ഇതാ കടന്നു വരികയാണ്. നെട്ടൂർപ്പെട്ടിയും അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ നാം ആ ഘോഷയാത്രയിൽ, ആ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരികയാണ്. അതിൻ്റെ ദൃശ്യമാണ് നാം ഈ കാണുന്നത്. 12-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് പന്തളത്ത് നിന്ന് വലിയ കോയിക്കൽ ക്ഷേത്രമുറ്റത്ത് നിന്ന് ആരംഭിച്ച ആ 22 അംഗങ്ങളുടെ അവർ ഒന്നിച്ചു വരുന്ന ആ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരപ്പിള്ളയുടെ നേതൃത്വത്തിലുള്ള ആ സംഘത്തിൻ്റെ അവരതാ കടന്നു വരികയാണ്. അവർ 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് പല സ്ഥലങ്ങളിലൂടെ അവരിങ്ങനെ കടന്നു വന്ന് ഇതാ ഇവിടെ പല ക്ഷേത്രങ്ങളിലൂടെ കടന്നു വന്ന് കുളനട തൊട്ട് അങ്ങനെ ആരംഭിച്ച് അങ്ങനെ വലിയ കോയിക്കൽ ക്ഷേത്രമൊക്കെ കടന്ന് അവരിങ്ങനെ ഇവിടെ നമ്മുടെ ഈ നടയിലേക്ക്, ഈ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ അവർ സന്നിധാനത്ത് ഈ തിരുവാഭരണവുമായി അയ്യപ്പൻ ചാർത്തുവാനുള്ള അച്ഛൻ്റെ സമ്മാനവുമായി, കാലത്തിൻ്റെ സമ്മാനവുമായി എത്തുന്ന ആ അവിസ്മരണീയമായ കാഴ്ച നാം സാക്ഷിയാകും. ഇതാ അവരെ സ്വീകരിച്ചുകൊണ്ട്, പ്രധാന അതിഥികളെയൊക്കെയും സ്വീകരിച്ചുകൊണ്ട്, ഭക്തന്മാർക്കൊക്കെയും അവർക്കൊക്കെയും പൂമാല്യങ്ങളൊക്കെ അണിയിച്ചുകൊണ്ട് പൂജാരിയും തന്ത്രിയും ഒക്കെ നേതൃത്വം നൽകുന്ന ആ ആചാരങ്ങൾ അണുവിട തെറ്റാതെ നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരങ്ങൾ അതേപോലെ മാനവ നന്മയ്ക്ക് വേണ്ടി ഉപയുക്തമാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡും കേരള സർക്കാരും അത് കൃത്യമായ അളവിൽ നടപ്പിലാക്കിക്കൊണ്ട്, എല്ലാം നേരിട്ട് നടപ്പിലാക്കിക്കൊണ്ട് ഇതാ ഇവിടെ ശബരി മാമലയിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പുഷ്പമാല്യങ്ങൾ ഇതാ കഴുത്തുകളിലേക്ക് അണിയുന്ന ആ കുറികളൊക്കെയും അണിയിച്ചു കൊടുക്കുന്ന, തിരുനെറ്റിയിലേക്ക് അണിയിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇവിടെ ഭക്തലക്ഷങ്ങൾ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഉണരുന്ന ആ ദിവ്യ ജ്യോതിസിനായി, ജീവിത പുണ്യത്തിനായി കാത്തിരിക്കുന്ന നിമിഷമാണ്. ഇന്ന് രാവിലെ 7:53 മകരസംക്രമം രേഖപ്പെടുത്തിയത്. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക്
സംക്രമിക്കുന്ന ആ ധന്യമുഹൂർത്തത്തിന് ശേഷമുള്ള ആ സായന്തനമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ സന്ധ്യാനേരത്ത് ഇവിടെ ഈ ആചാരപ്പെരുമയിൽ ശബരിമാമല ഉണരുകയാണ്. അതെ, ഭക്തിയുടെ അനിർവചനീയ ചൈതന്യവുമായി ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ആചാരപ്പെരുമകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ശബരിമല മകരവിളക്കിനായി കാത്തിരിക്കുന്ന ഈ സന്നിധിയിൽ, ഈ സന്ദർഭത്തിൽ, ഈ വേളയിൽ ഇതാ ഇവിടെ തന്ത്രികളും പൂജാരികളും ഒക്കെയും ചേർന്നുകൊണ്ട് ഭക്തനും ദൈവവും ഒന്നായി മാറുന്ന അവസ്ഥയിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് പുഷ്പമാല്യങ്ങൾ ചാർത്തിക്കൊണ്ട് ആ മനോഹരമായ നിമിഷത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്ക് കടക്കുകയാണ്. നാം ആദ്യം പറഞ്ഞതുപോലെ ആധുനികതയുടെ പ്രതീകമായി സെൽഫികളൊക്കെ ഉണരുമ്പോഴും അതിനൊക്കെ അപ്പുറത്തേക്ക് ആചാരങ്ങളുടെ നിഷ്ഠകൾ അണുപിട തെറ്റാതെ പാലിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അയ്യപ്പനെ കാണുവാനായി എല്ലാ വ്രതങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ഭക്തലക്ഷങ്ങളെയാണ് നാം കാണുന്നത്. അവരൊക്കെയും ഒരേ മനസ്സോടുകൂടി ഇവിടെ ഈ ദൈവ ചൈതന്യത്തിന് മുമ്പിൽ മനസ്സും ശിരസ്സും നമിച്ച് നിൽക്കുകയാണ്. അയ്യപ്പൻ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭാവമാണ്. ശ്രീലങ്കയിൽ അയ്യപ്പ ഭാവം ആനപ്പുറത്തിരിക്കുന്ന ദേവനായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തിരുച്ചിറപ്പള്ളിയിൽ AD 4-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. തമിഴ്നാട്ടിൽ ആർക്കോട് ജില്ലയിൽ അയ്യപ്പ പ്രതിഷ്ഠ AD 3-ാം നൂറ്റാണ്ടിൽ തന്നെയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. അയ്യനാർ തമിഴ്നാട്ടിലും കിഴക്കേ ഏഷ്യയിലും ഒക്കെ രക്ഷാദേവതയായി കരുതപ്പെടുന്നുണ്ട്. കാശി രാമേശ്വരം പാണ്ഡ്യ മലയാളം അടച്ചുവാഴും കലിയുഗ മൂർത്തിയായി അയ്യപ്പനെ കണക്കാക്കുന്നു. വില്ലാളി വീരൻ, ഭൂലോകനാഥൻ, ഭൂമി പ്രപഞ്ചനാണ് അയ്യപ്പൻ എന്നാണ് സങ്കല്പം. ആ അയ്യപ്പന്റെ ദർശന പുണ്യത്തിനു വേണ്ടിയാണ് 5 ലക്ഷം ഭക്തർ ഇന്നിവിടെ ഒന്നിക്കുന്നത്. ഇത്രയും ഭക്തർ ഒന്നിച്ച് എത്തുന്ന കുംഭമേള പോലെ ഒരു വലിയ ഉത്സവം ഈ കൊച്ചു കേരളം സാക്ഷിയാവുകയാണ്. ആര്യനും അയ്യനും അയ്യനാരും ബുദ്ധനും ശാസ്താവും ശാത്താവും ശാത്തനുമെല്ലാം ഈ ഒരു പാദങ്ങളിൽ തന്നെയാണ് ഇന്ന് എത്തുന്നത്. ആ പദങ്ങളും ആ പാദങ്ങളും എല്ലാം, ആ പദപാദ പത്മങ്ങളും എല്ലാം അയ്യപ്പൻ എന്ന ഒറ്റ സങ്കല്പത്തിലാണ് കുടികൊള്ളുന്നത്. ഇതാ അയ്യപ്പൻ അണിയുവാനുള്ള ആ 3 പെട്ടികളുമായിട്ടുള്ള ഘോഷയാത്രയാണ് കടന്നു വരുന്നത്. നെട്ടൂർ പെട്ടിയും അതുപോലെ ആ 2-ാം പെട്ടിയും 3-ാമത് കുടിപ്പെട്ടിയുമായിട്ടുള്ള ആ ക്രമത്തിലുള്ള ഘോഷയാത്രയാണ് നാം കാണുന്നത്. അത്ര വിലപിടിപ്പുള്ള ആ തങ്ക ആഭരണങ്ങളാണ് അയ്യപ്പന് വേണ്ടി അച്ഛൻ കൊടുത്തയക്കുന്നത്. ആ ആചാരം അല്പം പോലും മാറാതെ ഇതാ ഇവിടെ ഈ സായംകാലത്ത് എത്തുകയാണ്. നാം ഈ കാണുന്ന കുടിപ്പെട്ടിയാണ് 3-ാമത്. ആ കുടിപ്പെട്ടിക്കുള്ളിൽ ആദിമ ദൈവങ്ങൾക്ക് വേണ്ടി, ദ്രാവിഡ സങ്കല്പങ്ങളായ ആദിമ മനുഷ്യന് വേണ്ടി, കാട്ടുമൂപ്പന് വേണ്ടി, കാട്ടു ദൈവങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മാനമായ കുടികളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എല്ലാ രീതിയിലും ശാസ്താവ് അയ്യപ്പൻ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അമരകോശത്തിൽ അതിന് പദത്തിന്റെ അർത്ഥം തന്നെ ബുദ്ധൻ എന്നാണ്. എല്ലാം അറിയുന്ന ഭൗതികതയുള്ള ചൈതന്യമുള്ള അറിവിന്റെ ഉറവിടമായ ഗുരുസങ്കല്പമാണ് ശാസ്താവ് എന്നാണ് പറയുന്നത്. ഇതാ ആചാരപ്പെരുമയിൽ ആ വിളക്കുകളും എന്തിക്കൊണ്ട് പൂമാലയൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ യൂണിഫോമിന്റെ പരിമിതികൾക്കൊക്കെ അപ്പുറത്തേക്ക് പോലീസ് സ്വാമികൾ ഉൾപ്പെടെ എല്ലാവരും ആ പ്രദക്ഷിണം ചെയ്യുന്ന ആ ആചാരത്തിന്റെ തനിമയുള്ള കാഴ്ചകളിലേക്കാണ് നാം കടക്കുന്നത്. ധ്യാന രത്നാവലി പ്രകാരം 8 ശാസ്താക്കന്മാരുണ്ട് എന്നാണ് പറയുന്നത്. ആദിശാസ്താവ്, ജ്ഞാനശാസ്താവ്, കല്യാണവർദ്ധന ശാസ്താവ്, സമ്മോഹന ശാസ്താവ്, സന്താന പ്രാപ്തി ശാസ്താവ്, അതുപോലെ വേദശാസ്താവ്, വീരശാസ്താവ്, ധർമ്മശാസ്താവ്. നാം ധർമ്മശാസ്താവായി ശബരിമാമലയിൽ അയ്യപ്പൻ വിലയം പ്രാപിച്ച ഈ ചൈതന്യത്തെ കൂട്ടുന്നത് അങ്ങനെയാണ്. അങ്ങനെ ശാസ്താക്കളുടെയും സാന്നിധ്യമുള്ള ആ ശബരിമാമലയിലാണ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ ഈ ജ്യോതി ഉണർന്നു വരുവാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കോവലൻ്റെയും അതുപോലെ തന്നെ ഇതിഹാസം പറഞ്ഞു വെക്കുന്ന ചിലപ്പതികാരം എന്ന് പറയുന്ന ആ കഥാബിംബം, അതിൽ പുറനാനൂറ് അതുപോലെ അകനാനൂറ് എന്നൊക്കെ പറയുന്ന മഹാസാഹിത്യ കൃതികളിൽ ശാത്തനും അയ്യനാരും ഒക്കെ പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അന്നു മുതൽ ഈ ശാസ്താവ് എന്ന് പറയുന്ന സങ്കല്പവും അയ്യപ്പൻ എന്ന് പറയുന്ന സങ്കല്പവും ഒക്കെ എത്രയോ നൂറ്റാണ്ടുകളായി ഭാരതത്തിൻ്റെ, പ്രത്യേകിച്ചും തെക്കൻ ഭാരതത്തിൻ്റെ മണ്ണിൽ
വളരെ വേരോടിയിട്ടുള്ള ദൈവിക സങ്കല്പങ്ങളാണ്, ദൈവിക യാഥാർത്ഥ്യങ്ങളാണ്, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭരദേവതകളാണ് എന്ന് വ്യക്തമാകുന്നു. ചോള പല്ലവ ശാസനങ്ങൾ എടുത്താൽ അവിടെ മഹാശാസ്ത്ര എന്ന പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. ആ മഹാശാസ്താവിന് വേണ്ടി, ആ ധർമ്മശാസ്താവിന് വേണ്ടി, ആ അഷ്ടശാസ്താക്കൾക്ക് വേണ്ടിയുള്ള ആ മകര സംക്രമ പൂജയുടെ ചടങ്ങുകളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ യാതൊരു വിലക്കുകളുമില്ലാതെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാം വളരെ കൃത്യതയോടുകൂടി, വളരെ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകാതിരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഒഴിച്ചാൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുവാനും മനസ്സ് തുറന്ന് ചിത്രീകരിക്കുവാനുമൊക്കെയുള്ള അവസ്ഥകൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാ ചാനലുകൾക്കും എല്ലാ മാധ്യമങ്ങൾക്കും വേണ്ട മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇക്കുറി പതിവിലും മെച്ചമായി മകരവിളക്കിലേക്ക്, ഈ ഉത്സവത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പരുടെ തേവാര ഗ്രന്ഥം, അതായത് ഗോത്രയുഗങ്ങളിൽ അവിടെ യുദ്ധങ്ങളിൽ ഒരു അദൃശ്യ പോരാളിയായിട്ടാണ് അപ്പരുടെയൊക്കെ കൃതികളിൽ ശാസ്താവിനെ വർണ്ണിച്ചു കാണുന്നത്. തിരുവാതിരക്കാലത്ത് ശാസ്താവിനെ ആരാധിച്ചിരുന്നതായി കശ്യപ മുനിയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ആദിശങ്കരന്റെ ശിവാനന്ദ ലഹരിയിൽ ശാസ്താവിനെ പറ്റിയുള്ള സ്തുതികൾ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ആയി രാജവംശം പണിതീർത്ത പത്മനാഭപുരം ശിവക്ഷേത്രത്തിൽ ശാസ്താവിന്റെ പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ ശാസ്താവിന്റെയും അയ്യപ്പന്റെയും സാന്നിധ്യം കേരളത്തിലും തെക്കൻ ഭാരതത്തിലും വളരെ സജീവമായി എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ നിലവിലുണ്ട്. കേരളത്തിന്റെ രക്ഷാപുരുഷനായ ശാസ്താവ് പണ്ട് കാവുകളിലാണ് വാണിരുന്നത്. ഈ കേരളത്തിൽ തൃക്കുന്നപ്പുഴ മുതൽ ആര്യങ്കാവ് വരെ നീളുന്ന 108 ശാസ്താക്ഷേത്രങ്ങളിൽ 28ഉം നമ്മുടെ പമ്പാ നദീതീരത്താണ് എന്നത് വലിയൊരു സംസ്കാരത്തിന്റെ പ്രതീകം തന്നെയാണ്. കാവുകൾ, ദശാരാധനാ കേന്ദ്രങ്ങളൊക്കെയും നമ്മുടെ നാടുകളിൽ വളരെ സജീവമായിരുന്ന ഒരു കാലമാണ് കടന്നുപോയത്. അതായത് എല്ലാ വീടുകളിലും തറവാടുകളിലുമൊക്കെയും ഉടലുരഞ്ഞു നീങ്ങുന്ന നാഗങ്ങൾക്ക് ഇരിപ്പിടങ്ങൾ നൽകി അവിടെ കാവുകൾ ഉണ്ടാക്കി ആ കാവുകളിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു ബാലപാഠം തന്നെ നടത്തിക്കൊണ്ട് ലോകത്തിന് ഒരു മാതൃക കാണിക്കുന്ന അവസ്ഥ കേരളത്തിനുണ്ടായിരുന്നു. കേരളത്തിലെ മിക്കവാറും തറവാടുകളുടെ ഒക്കെ മുറ്റത്ത് കാവുകൾക്കുള്ളിൽ കുളങ്ങൾ ഉണ്ടാകുകയും ആ കുളങ്ങളിലൊക്കെയും വെള്ളം കുടിക്കുവാനായി പക്ഷി മൃഗാദികളൊക്കെയും മൃഗങ്ങളൊക്കെയും എത്തുകയും എല്ലാവരും മനുഷ്യനും സഹജീവികളും ഒന്നാണ്, എല്ലാവരും ഭൂമിയുടെ അവകാശികളാണെന്ന ബഷീറിയൻ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കേരളമൊട്ടാകെ ഭാരതമൊട്ടാകെ ഇതുപോലെയുള്ള ആരാധനാലയങ്ങൾ ഉണ്ടാകുകയും അവിടെയൊക്കെ സ്ത്രീശക്തിയായ ഭദ്രകാളിയെ അടിസ്ഥാന ദേവിയായി ഭരദേവതയായി വെളിപ്പുറത്തമ്മയായി പ്രതിഷ്ഠിച്ചുകൊണ്ട് അതൊക്കെ പിന്നീട് ക്ഷേത്രങ്ങളായി പലതും മാറുകയും കാവുകളിൽ പലതും നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴും അവിടെയൊക്കെയും ശാസ്താവ് എന്ന ശാസ്ത്രത്തിന്റെ വിധേതാവിനെ കൃത്യമായ ശാസ്ത്രീയ അടിത്തറയിൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി, മണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചിരുന്നു എന്ന സത്യം. ആ സത്യത്തിലേക്കാണ് അയ്യപ്പൻ എന്ന മനുഷ്യൻ, അയ്യപ്പൻ എന്ന ദൈവപുത്രൻ, അയ്യപ്പൻ എന്ന രാജകുമാരൻ, അയ്യപ്പൻ എന്ന യോദ്ധാവ്, അയ്യപ്പൻ എന്ന പന്തളത്തുകാരൻ നടന്നു കയറിയത് എന്ന ചരിത്ര സത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ജൈവ താളത്തിലേക്കാണ് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഭൂമിയുടെ ഏറ്റവും നെറുകയിൽ ചെന്ന് നിന്ന് മനസ്സിന്റെ ചെവി ചേർത്ത് വെച്ചാൽ പ്രപഞ്ചത്തിൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ചലിക്കുന്ന ശബ്ദം കേൾക്കാമെന്നും അത് ഒരു മനുഷ്യന്റെ ചെവിയോർക്കുന്നവൻ്റെ കൂടി ഹൃദയ താളമാണെന്നുള്ള ബോധ്യം ഓരോ മനുഷ്യനും ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ സംഗീതമാകുന്നു, മണിനിനാദമാകുന്നു, അത് ശാസ്താവിൻ്റെ താളമാകുന്നു, അയ്യപ്പൻ്റെ, ചാത്തൻ്റെ, അതുപോലെ ഉപദേഷ്ടാവിൻ്റെ, ഗുരുവിൻ്റെ താളമാകുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടെ ഓരോ മണ്ഡലകാലവും നമ്മോട് പറയുകയാണ്. ശൈവ വൈഷ്ണവ സംഘർഷങ്ങൾക്ക് പരിഹാരമായി ആദിശങ്കരൻ ശിവൻ വിഷ്ണു ഹൃദയമാണെന്നും വിഷ്ണു ശിവഹൃദയമാണെന്നും കൽപ്പിച്ച് മകനായി ധർമ്മ പരിപാലകനായി അയ്യപ്പനെ ഇവിടെ അവരോധിക്കുകയാണ്. ഇത് സാക്ഷാൽ ശങ്കരാചാര്യരുടെ വചനമാണ്. വിഷ്ണു ശിവനും ശിവൻ വിഷ്ണുവുമാകുന്ന മുഹൂർത്തത്തിലാണ് ശൈവ ബാന്ധവത്തിൽ, ശൈവ വൈഷ്ണവ ബന്ധത്തിൽ അയ്യപ്പൻ ഉണ്ടാകുന്നത്. രണ്ടും ഒരു ഹൃദയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശങ്കര നാരായണ സങ്കല്പത്തിൻ്റെ മറ്റൊരു പരിച്ഛേദമായ നന്മയുടെ ഇതിഹാസമായ അയ്യപ്പൻ ഇവിടെ ശബരി മാമലയിൽ കുടികൊള്ളുന്നത്. 1008 കാവുകളും 28 ശാസ്താക്ഷേത്രങ്ങളും 108 ഊരുദേവതകളും 24 കുടിദേവതകളും 51 മരനടകളും 8 മഹാക്ഷേത്രങ്ങളും ഈ പമ്പാ നദിയുടെ തീരത്ത് അതിൻ്റെ നാഗരികതയെ, അതിൻ്റെ ഗ്രാമീണ ഭംഗിയെ, അതിൻ്റെ ഭക്തി നൈർമല്യത്തെ പ്രകാശപൂർണമാക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന അത്ഭുതം കൂടിയുണ്ട്. അതിൻ്റെയൊക്കെ തലതൊട്ടപ്പനായിട്ട് അതിൻ്റെയൊക്കെയും ഏറ്റവും
കേദാര ബിംബമായിട്ട് ഈ ശബരിമാമല കുടികൊള്ളുകയാണ്. ഈ പുരാതന ഭൂമിയിൽ മഹിഷഭാവങ്ങൾക്കൊക്കെയും അവധി കൊടുത്തുകൊണ്ട് നന്മയുടെ ലീലാഭാവങ്ങളെ ഉയർത്തിക്കൊണ്ട് അതിനെ മാളികപ്പുറത്തമ്മയാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ കരിംഭൻ എന്ന് പറയുന്ന ആ അസുരന്റെ മകളായിട്ട് ജനിച്ച ആ മഹിഷി എന്ന് പറയുന്ന ആ മഹിഷാസുരന്റെ സഹോദരിയായി ജനിച്ച പെണ്ണിന്റെ മുഴുവൻ കുഴപ്പങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അവളുടെ മനസ്സിലുണ്ടായ പ്രതികാരത്തിന്റെ അഗ്നിയെ കെടുത്തിക്കൊണ്ട് അവിടെ തിരിച്ചറിവിന്റെയും ക്ഷമയുടെയും പൂക്കൾ വിടർത്തിക്കൊണ്ട് ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് അയ്യപ്പൻ സാക്ഷാൽ ശബരിമല ശാസ്താവ് അയ്യപ്പൻ അവൾക്ക് മോക്ഷപ്രാപ്തിയാണ് നൽകുന്നത്. ഇവിടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മോക്ഷങ്ങൾ മാത്രമാണുള്ളത്. തിരസ്കാരങ്ങളൊക്കെയും പുരസ്കാരങ്ങളായി മാറുന്ന കാഴ്ചയാണുള്ളത്. ഇരുട്ടൊക്കെയും വെളിച്ചമാക്കി മാറ്റുന്ന കാഴ്ചയാണുള്ളത്. ഇവിടെ പ്രപഞ്ചത്തിനെ അപകടത്തിലാക്കിക്കൊണ്ടിരുന്ന കാളിന്തി നദിയെ വിഷലിപ്തമാക്കിക്കൊണ്ടിരുന്ന കാളിയൻ എന്ന് പറയുന്ന ഒരു നാഗത്തെ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ചെയ്യുന്നത് അതിനെ മർദ്ദിച്ച് അതിൻ്റെ വിഷമില്ലാതാക്കുകയാണ്. അവന് താക്കീത് നൽകുകയാണ്. പ്രകൃതി മലിനീകരണത്തിനെതിരെ ലോകത്തിന് ഭാരതം നൽകിയ ആദ്യത്തെ താക്കീതാണ് കാളിയ മർദ്ദനം എന്ന് വിശ്വസിക്കുവാനാണ് ഓരോ ഭാരതീയനും ഇഷ്ടം. ആ രീതിയിൽ ലോകത്തെ മലിനമാക്കുന്ന എല്ലാ ആസുര ശക്തികൾക്കെതിരെയും ദൈവീക ഭാവങ്ങൾ ഉയർത്തിക്കൊണ്ട് മനുഷ്യൻ നടത്തിയ വിപ്ലവത്തിന്റെ കഥയാണ് ഓരോ ഇതിഹാസങ്ങളും ഓരോ പുരാണങ്ങളും. വേദങ്ങളിൽ പറഞ്ഞു വെച്ച വേദാന്തങ്ങളൊക്കെയും ദർശനങ്ങളൊക്കെയും സാധാരണ മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവന് വേണ്ടി മനോഹരമായ കഥയും കഥാപാത്രങ്ങളും ഉണ്ടായി. അവരൊക്കെയും പുരാണങ്ങളും ഇതിഹാസങ്ങളുമായി പുനർജനിച്ചു. എന്നിട്ടും മനസ്സിലാകാത്തതിന് വേണ്ടി പാട്ടുകളായി, വാമൊഴി വഴക്കങ്ങളായി, അവയൊക്കെയും ചിത്രങ്ങളായി ക്ഷേത്രങ്ങളിലെ ആലേഖനം ചെയ്യപ്പെട്ടു. ഇതുകൊണ്ടും മനസ്സിലാകാത്ത മനുഷ്യന് വേണ്ടി അവന്റെ ഹൃദയം അവനോട് തന്നെ പറഞ്ഞു, തത്വമസി, അദ്വൈതം, നിന്റെ ദൈവം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു കണ്ണാടി പ്രദർശനം നടത്തുമ്പോൾ അതിൽ നോക്കിയവർക്കൊക്കെയും അവരുടെ മുഖഭാവമായിരുന്നു. അവൻ കണ്ട ദൈവങ്ങളൊക്കെയും അവന്റെ തന്നെ മുഖമുള്ളവരായിരുന്നു. അവന്റെ ഉള്ളിലുള്ള ദൈവത്തെ തിരിച്ചറിയുവാനാണ് ഗുരുവര്യന്മാരൊക്കെയും, അത് ചട്ടമ്പി സ്വാമികളാകട്ടെ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, എല്ലാവരും നമ്മോട് പറഞ്ഞത് ഭാരതത്തിലെ മുഴുവൻ സങ്കല്പങ്ങളും മുഴുവൻ യാഥാർത്ഥ്യങ്ങളും മുഴുവൻ വേദാന്തികളും സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള എല്ലാവരും നമ്മോട് പറഞ്ഞത് ഈ ദർശനങ്ങളാണ്. നീ നിന്നെ തിരിച്ചറിയുക, നിന്റെ സഹജീവിയെ തിരിച്ചറിയുക, നിന്നെപ്പോലെ നിന്റെ സഹജീവിയും സ്നേഹിക്കുവാൻ പഠിക്കുക. അത് മനുഷ്യനാകട്ടെ, മൃഗമാകട്ടെ, പക്ഷിയാകട്ടെ, ആരുമാകട്ടെ, ഏത് ജീവജാലവുമാകട്ടെ, 30 കോടി ജീവജാലങ്ങളെയും നീ ഒന്നായി കണ്ടുകൊണ്ട് സ്നേഹിക്കുക. തത്വമസിയാണ്, അദ്വൈതമാണ്. ആ സന്നിധിയിലാണ് ഇവിടെ മകരവിളക്ക് ഉണരുവാനായി പോകുന്നത്. ഇന്ന് സന്ധ്യക്ക് മകരജ്യോതി മാമലകൾക്ക് മേൽ തെളിയുമ്പോൾ, അകലെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്കുണരുമ്പോൾ സർവാഭരണ വിഭൂഷിതനായ തിരുവാഭരണങ്ങൾ ചാർത്തിയണിഞ്ഞു നിൽക്കുന്ന ഭഗവാൻ സാക്ഷാൽ അയ്യപ്പനെ നമുക്ക് കണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്ക് ഏറ്റുവാങ്ങുവാനായി കഴിയും. ഇവിടെ ഇന്ന് വൈകുന്നേരം ഈ ദർശനം കഴിഞ്ഞ് മകരവിളക്ക് കഴിഞ്ഞ് ഹരിഹരാസുരം പാടി നടയടയ്ക്കുമ്പോൾ ഈ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിക്കുന്ന ഒരു നിമിഷമാണ്. ഹരിവരാസനം നമ്മുടെയൊക്കെയും മനസ്സിന്റെ താളമായിട്ട് ഇവിടെ കുടികൊള്ളുകയാണ്. ആ നന്മ, ആ സ്നേഹം, ആ തത്വം അസി എന്ന് പറയുന്ന, അത് നീയാകുന്നു എന്ന് പറയുന്ന ആ ഭാവം, ദൈവം നമ്മോട് പറയുന്ന ആ ചൈതന്യം, അതാണ് ഇവിടെ ഓരോ നിമിഷവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഉള്ളിലേക്ക് നീ നോക്കുമ്പോൾ നിന്നെ തന്നെ കാണുന്നു. നീ തേടി വന്ന് നിന്നെ തന്നെയാകുന്നു. അഹം ബ്രഹ്മാസ്മിയാണ് അദ്വൈതം. അതിൻ്റെയൊക്കെ ആ പുണ്യകരമായ ആ കാഴ്ചപ്പാടുകളും പരിസമാപ്തിയുമാണ് ഭൗതിക ജീവിതത്തിന്റെ ആസക്തികൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് ഈശ്വരനിൽ മനസ്സർപ്പിക്കുന്നതാണ് ഈ മലയാത്രയുടെ കൃത്യമായ പൊരുൾ. പഞ്ചേന്ദ്രിയങ്ങളെ വരുതിയിൽ നിർത്തി ദൈവത്തിങ്കൽ സ്വയം സമർപ്പിച്ച് പാപഭാരങ്ങളും ഭൗതിക മോഹഭാരങ്ങളും ഇരുമുടിയിൽ കെട്ടി വ്രതവിശുദ്ധിയുടെയും സനാതന പുണ്യത്തിന്റെയും തപോതുല്യ മനോബലത്തിൽ മല കയറുന്ന ഓരോ ഭക്തനും പരിവർത്തനത്തിന്റെയും പരമാത്മാവിന്റെയും അപരിമേയ സാന്നിധ്യം ഈ നടയിൽ അനുഭവിച്ചറിയുന്ന നിമിഷമാണ് നാം കാണുന്നത്. കാടിനെയും പ്രകൃതിയെയും നോവിക്കാതെ കാടിന്റെ നിയമങ്ങൾ പാലിച്ച് അവയ്ക്ക് കാവലാളായി ആത്മീയതയുടെ പരമാനന്ദ സുഖമറിഞ്ഞ് അനേകായിരം ഭക്തന്മാർ ഇതാ വന്നണഞ്ഞു പോകുന്ന ഒരു മണ്ഡലകാലത്തിനാണ് ഇവിടെ ചരിത്രമായി, ഇതിഹാസമായി, ചരിത്രങ്ങളുടെ ചരിത്രമായി ഇന്ന് ഈ നിമിഷം സാക്ഷിയാവാൻ പോകുന്നത്. നമ്മുടെ പൂർവികർ, പൂർവസൂരികൾ മണ്ഡലകാലത്തിനായി പറഞ്ഞു വെച്ച
എത്ര അനുഷ്ഠാനങ്ങൾ, വളരെ കഠിനമായ അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. കുറഞ്ഞത് 41 ദിവസമെങ്കിലും വ്രതം നോക്കണമെന്നാണ് ഇവിടുത്തെ പഴമക്കാരുടെ കൃത്യമായ കണക്കുകൂട്ടൽ. വൃശ്ചികം പിറക്കുമ്പോൾ മുദ്രയണിഞ്ഞും അത് മലയാത്രയ്ക്കായിട്ട് മുദ്രയണിഞ്ഞ്, അതുപോലെ ചന്ദനമാലയും രുദ്രാക്ഷമാലയും തുളസിമാലയും ഒക്കെ ഏതെങ്കിലും അതിലൊരു മാലയൊക്കെ അണിഞ്ഞ്, അതൊക്കെയാണ് അയ്യപ്പൻ ഏറ്റവും പഥ്യമായ ഈ കാനന സുന്ദരമായ കാഴ്ചകൾക്ക് അധിപനായിരിക്കുന്ന അയ്യപ്പൻ ഇതൊക്കെയാണ് പഥ്യം. തുളസി മാലയൊക്കെയാണ് ഔഷധ കൂട്ടുകളുടെ ഒരു ഇരിപ്പിടത്തിലാണ് അയ്യപ്പൻ പ്രതിനിധീകരിക്കുന്നത്. പിന്നെ ഒരു ഗുരുവിനെ സ്വീകരിക്കണമെന്ന് അയ്യപ്പൻ, ഗുരുവായ അയ്യപ്പൻ, ഗുരുക്കന്മാരുടെയും ഗുരുവായ അയ്യപ്പൻ വളരെ കൃത്യമായി അത് നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെറും ഒരു ഗുരുവല്ല, അത് ഗുരുസ്വാമിയാണ്. പെരിയ തവണ മലയ്ക്ക് പോയ പെരിയസ്വാമിയാണ് ഗുരുസ്വാമി എന്നാണ് സങ്കല്പം. ആ ഗുരുസ്വാമി കൺകണ്ട ദൈവമാണ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ക്ഷേത്രത്തിൽ പൂജിച്ചു കിട്ടുന്ന മാല തീർത്ഥാടകന്റെ കഴുത്തിലണിഞ്ഞ് അത് ഗുരുസ്വാമിയുടെ കൈകൊണ്ട് വേണം കഴുത്തിലണിയാൻ എന്നാണ് പറയുന്നത്. ഇതാ കണ്ടില്ലേ, എത്ര മനോഹരമായ ആ ഒരു മഞ്ഞുകാലത്തിൻ്റെ വനകാഴ്ചയാണ് നാം നമ്മുടെ കണ്ണിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ അതിനിടയിലായി കേരവൃക്ഷങ്ങൾ തിങ്ങുന്ന കേരളത്തിൻ്റെ ആ പ്രതിരൂപമായി നിൽക്കുന്ന ഒരു ദൃശ്യം, ആ ദൃശ്യഭംഗിയാണ് നമ്മുടെ മുമ്പിലേക്ക് തെളിയുന്നത്. ശരണമന്ത്രം കാതിലോതി പ്രതീക്ഷ നൽകുന്ന ഗുരു പ്രകാശം കട്ടിത്തരുന്നവനാണെന്ന് ഇതിഹാസങ്ങൾ പറയുന്നു. വഴി കാട്ടിത്തരുന്ന മഹാസങ്കല്പം, അത് മഹനീയ യാഥാർത്ഥ്യമാണ്. ഇതാ ഇവിടെ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ കിഴക്കൻ മലഞ്ചെരുവിലാണ് ദിവ്യജ്യോതി, മകരജ്യോതി ഉണരേണ്ടത്. ഈ മല ഇടുക്കുകളിലേക്കാണ് മുഴുവൻ കണ്ണുകളും കാതുകളും. 5 ലക്ഷം പേരുടെ 10 ലക്ഷം കണ്ണുകൾ, 5 ലക്ഷം ഹൃദയങ്ങൾ തുടിപ്പോടുകൂടി മിടിപ്പോടുകൂടി കാത്തിരിക്കുകയാണ് ഈ ദിവ്യ പ്രകാശം ഉണരുന്നതും കാത്ത്. വൃദ്ധകാലം വളരെ ലളിതമായ ജീവിതം നയിച്ച് എത്തിയ ആളുകളാണ് നാം ഈ കാണുന്നത്. അവർ സസ്യാഹാരിയാണ്. ശുദ്ധവും വൃത്തിയും വളരെ പരമപ്രധാനമായി പാലിച്ച ആളുകളാണ്. കാലത്തും വൈകിട്ടും കുളിയും ക്ഷേത്രദർശനവും, ആ ദുഷ്ടചിന്തകൾക്കിടമില്ലാത്ത മനസ്സും, അഹിംസാ മന്ത്രമൂന്ന നാവും, കാമക്രോധ ലോഭ മോഹ മതമാത്സര്യ ഡംഭ അസൂയാദികളെ അഷ്ടരാഗങ്ങളെയൊക്കെയും അവർ അതിജീവിച്ചിട്ട് ഇവിടെ എത്തിയവരാണ്. ബ്രഹ്മചര്യ ഭാവത്തിൽ മല ചവിട്ടുവാനായി എത്തുന്ന അയ്യപ്പന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഭക്തന്മാർക്ക് വേണ്ടിയാണ് ഈ അയ്യപ്പ ദൈവം കാത്തിരിക്കുന്നത്. ആ സ്വാമിമാർക്ക് വേണ്ടി ഒരു സ്വാമി, അയ്യപ്പന്മാർക്ക് വേണ്ടി ഒരു അയ്യപ്പൻ. മനുഷ്യനും ദൈവവും ഒന്നായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, പരസ്പരം വളരെ കൃത്യതയോടുകൂടി കൃത്യമായ അളവിൽ തിരിച്ചറിയുന്ന ഒരു ലോകമാണ് നാം ഇവിടെ കാണുന്നത്. പൂക്കളാൽ അലങ്കരിച്ച ആ ക്ഷേത്രവും അതുപോലെ തന്നെ സുഗന്ധത്താൽ അലങ്കരിച്ച മനസ്സുകളുമായിട്ട് ഇവിടെ ആർഭാടങ്ങളില്ലാതെ വ്രതാനുഷ്ഠാനത്തിൻ്റെ കഠിനതയിൽ ഇവിടെ അയ്യപ്പനെ കാണുവാനെത്തിയിരിക്കുന്ന വലിയ സ്വാമിമാരും അതുപോലെ തന്നെ വിശ്വാസികളും പോലീസ് സ്വാമിമാരും 5 ലക്ഷം ഭക്തന്മാരും അടങ്ങുന്ന സ്നേഹത്തിൻ്റെ ഒരു വലിയ കിളിക്കൂടാണ് നാം ഇവിടെ കാണുന്നത്. ലൗകികതയിൽ നിന്നും ആത്മീയതയിലേക്കുള്ള അപാര സുന്ദരമായ യാത്രയുടെ ആ ഒരു മണ്ഡലകാലത്തിൻ്റെ പരിസമാപ്തിയാണ് നാം കാണുന്നത്. പ്രകൃതി അമ്മയാണെന്ന ബാലപാഠം, അമ്മയുടെ കൈപിടിച്ചരികു പറ്റി നിഴൽമണത്ത് നിതാന്ത അനുഭൂതിയിലേക്കുള്ള ഒരു യാത്ര. കല്ലും മുള്ളും ഇവിടെ കാലിനും മെത്തയാണ്. കൊടും ശൈത്യവും കാറ്റും പൊടിയും കാടിന്റെ ചൂടും ചൂരും ഉച്ചവെയിലിന്റെ മുൾമുനയും ഭക്തനിവിടെ പുതപ്പാണ്. മലകൾ താണ്ടി പടികൾ ചവിട്ടി ശബരീശനിലെത്തുമ്പോൾ ദർശന പുണ്യത്തിന്റെ 1000 പൂക്കാലങ്ങൾ ഇതാ ഇവിടെ ഹൃദയങ്ങളിൽ വിരിയുകയായി. ഒരിക്കൽ വന്നവൻ വീണ്ടും വീണ്ടും ഈ സന്നിധിയിലേക്ക് എത്തുകയാണ്. വർഷം ഓരോന്ന് കഴിയും തോറും അയ്യപ്പന്മാരുടെ എണ്ണം ഏറി വരികയാണ്. പ്രപഞ്ചം ഒട്ടാകെ അയ്യപ്പ ചൈതന്യം നിറയുകയാണ്. ഇക്കുറി വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മലേഷ്യ, സിംഗപ്പൂർ, അങ്ങനെ ഒത്തിരി രാജ്യങ്ങളിൽ നിന്നും 41 ദിവസം വ്രതമെടുത്തുകൊണ്ട് അയ്യപ്പനെ കാണുവാനായി എത്തിയിരിക്കുന്ന അനവധി ഭക്തന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്.